ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഐസ്ലാൻഡ് എക്സ്പെഡിഷനിലെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അതിരാവിലെ തന്നെ എഴുന്നേറ്റും. അതിരാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേറ്റും നേരെ വേൻ്റെ അകത്തേക്ക് വന്നിട്ട് രാവിലത്തെ പരിപാടികൾ തീർക്കാനായിട്ട്, അതായത് പല്ല് കഴിക്കാനും പിന്നെ ഡ്രസ്സ് മാറാനൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വേൻ്റെ അകത്തുനിന്ന് എടുക്കാനായിട്ട് വേൻ്റെ അകത്തേക്ക് വന്നു. പുറത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുമുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അധിക നേരം പുറത്ത് നിന്നില്ല, നമ്മൾ നേരെ ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തേക്ക് തിരിച്ചു വന്നു. നമ്മൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇനി തിരിച്ചിങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ ഫ്രഷ് അപ്പ് ചെയ്യാനും പല്ല് കഴിക്കാനൊക്കെയുള്ള പരിപാടികൾ തുടങ്ങുന്നു. അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കുന്നു. അപ്പം ഇവിടുത്തെ ടോയ്ലറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്നത് സെപ്പറേറ്റഡ് റൂമിലാണെങ്കിലും ടോയ്ലറ്റ്സ് എല്ലാം ബാത്റൂംസ് എല്ലാം കോമൺ ഷെയറിംഗ് ആണ്. പക്ഷെ അതിൻ്റെ വൃത്തി എന്ന് പറയുന്നത് നല്ല കിടിലനാണ്. എല്ലാവരും നല്ല രീതിക്കാണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ടോയ്ലറ്റ്സിൻ്റെ കാര്യത്തിലോ റൂമിൻ്റെ കാര്യത്തിലോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ സാധനങ്ങളൊക്കെ പെറുക്കി പാക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ തലേദിവസം എത്തിയത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അധികം ഹോട്ടൽ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ സോഫയിലേക്ക് ഇരുന്ന് ആ വലിയ വിൻഡോയിലൂടെ നമ്മൾ ഐസ്ലാൻഡിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഷെയർഡ് കിച്ചണിലേക്കാണ്. നമ്മളവിടെ പോയിട്ട് നമുക്ക് രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മുടെ കയ്യിൽ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികൾ അങ്ങ് തീർത്തു. പിന്നെ നമ്മൾ നേരെ വേൻ്റെ അകത്തേക്ക് കയറി നമ്മൾ നേരെ പോകുന്നത് സ്നോർക്കലിംഗ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഈ ഐസ്ലാൻഡിൽ സ്നോർക്കലിംഗ് ചെയ്യുന്നത്? ഇതിനേക്കാളും ചീപ്പായിട്ട് നമുക്ക് വല്ല ബാലിയിലോ അല്ലെങ്കിൽ തായ്ലാൻഡിലോ അവിടെ ചെയ്താൽ പോരെ, എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ഐസ്ലാൻഡിൽ സ്നോർക്കലിംഗ് ചെയ്യുന്നത്? അതിന് വലിയൊരു റീസൺ ഉണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും നിൽക്കുന്നത് പല പല ടെക്ടോണിക് പ്ലേറ്റിലാണ്. അതായത് ഇന്ത്യക്കൊരു ടെക്ടോണിക് പ്ലേറ്റ് ഉണ്ട്, യൂറോഷ്യൻ ടെക്ടോണിക് പ്ലേറ്റ് ഉണ്ട്, നോർത്ത് അമേരിക്കൻ ടെക്ടോണിക് പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ പല പല 7 മേജർ ടെക്ടോണിക് പ്ലേറ്റ് വരെ ഉണ്ടെന്നാണ് പറയുന്നതല്ല, ശരിക്കും അങ്ങനെയുണ്ട്. അപ്പം ഈ ടെക്ടോണിക് പ്ലേറ്റ് നമുക്ക് വിസിബിളി കാണാമെന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അതായത് ചില ടെക്ടോണിക് പ്ലേറ്റൊക്കെ വരുന്നത് കടലിൻ്റെ അടിയിലും ചിലതൊക്കെ ചില കൺട്രീസിൻ്റെ ബോർഡറായിട്ടാണ് വരുന്നത്. അപ്പം ഒരു കൺട്രിയിലൂടെ തന്നെ 2 ടെക്ടോണിക് പ്ലേറ്റ് പോകുന്നത് ഐസ്ലാൻഡിലൊരു മെയിൻ അട്രാക്ഷനാണ്. അപ്പം ആ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെ സ്നോർക്കലിംഗ് പോകാമെന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടുന്നൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇങ്ങനെ നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് വേറൊരു രാജ്യത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ലെന്നല്ല, ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഐസ്ലാൻഡിൽ നമുക്ക് ഇത് ഗൈഡിൻ്റെ ഒപ്പം സേഫായിട്ട് നമുക്ക് ഈ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടെ സ്നോർക്കൽ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ എത്തി. നമുക്ക് വെറ്റ് സൂട്ടൊക്കെ ഇടാനുള്ളതുകൊണ്ട് നമ്മളടുത്ത് ടോയ്ലറ്റിൽ പോയിട്ട് വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ച് വന്ന് നമുക്ക് പിന്നെ സ്യൂട്ട് ഇടാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. നമ്മളങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ടും മൊത്തം എയർടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് പല പല സ്റ്റെപ്പായിട്ടാണ് ഗൈഡ് നമ്മളെ ഈ ഒരു സൂട്ട് ഇട്ട് വരുന്നത്. ഈവൻ തായ്ലാൻഡിലും അല്ലെങ്കിൽ ബാലിയിലും അല്ലെങ്കിൽ ഫിലിപ്പീൻസിലൊക്കെ സ്നോർക്കൽ ചെയ്തവർക്ക് അറിയാം, അവർ സാധാരണ ഒരു സ്യൂട്ടിലാണ് സ്നോർക്കൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്തിനാണ് ഈ വെറ്റ് സ്യൂട്ട് ഇടുന്നത്? ഇത്രയും കട്ടിയുള്ളൊരു സ്യൂട്ട് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നോർക്കൽ ചെയ്യാൻ പോകുന്ന വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ തണുപ്പ് നമ്മുടെ ബോഡിയിലോട്ട് ഡയറക്റ്റ് ഫീൽ ചെയ്യാതിരിക്കാനും പിന്നെ താഴെ ഉണ്ടാകുന്ന കോറൽസിൽ നിന്ന് എന്തെങ്കിലും രീതിക്ക് ഉണ്ടാകുന്ന തട്ടി നമ്മുടെ കയ്യിന് എന്തെങ്കിലും അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും പറ്റാതിരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഈ വെറ്റ് സ്യൂട്ട് ഇടുന്നത്. നമുക്ക് ഈ സ്യൂട്ട്സും അതുപോലെ തന്നെ ഈ ഗ്ലൗസ് ഇട്ട് തരുന്ന ഗൈഡാണ് നമ്മുടെ ഒപ്പം വരുന്നത്. നമ്മുടെ ടീമിൽ മൊത്തം 6 പേരുണ്ട്. അതായത് ഞങ്ങൾ 3 പേരും പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന വേറൊരു ടീമായ 3 പേരും. അപ്പോൾ നമുക്ക് നേരത്തെ ആ വെറ്റ് സ്യൂട്ടൊക്കെ ഇടാനായിട്ട് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മുടെ ഒപ്പം ഒന്ന് ഗൈഡായിട്ട് വരുന്നത്. അപ്പം ഇവൻ്റെ ഭാഗം നമുക്കൊരു ചെറിയ ബ്രീഫിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി, പിന്നെ നമ്മൾ എത്ര ടെമ്പറേച്ചർ വെള്ളത്തേക്കാണ് പോകുന്നത്, നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ നമുക്കിനി എന്തൊക്കെ അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് തരാൻ പോകുന്നുണ്ട്, അതിനെ പറ്റിയൊരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് നമുക്ക് മൂപ്പര് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും ടെക്ടോണിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഐസ്ലാൻഡിലെ ടെക്ടോണിക് പ്ലേറ്റ് ഏതാണ് എന്ന് കൺഫ്യൂസ് ഉള്ളവർക്ക് ചെറിയൊരു ബ്രീഫിംഗ് തരാം. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഐസ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നാണ്. അപ്പോൾ ഈ ഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഐസ്ലാൻഡിൽ ഇപ്പോഴും ആക്റ്റീവായ പല അഗ്നിപർവ്വതങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂസിലൊക്കെ കേട്ടുകയാണായിരിക്കും, ഇന്ത്യൻ ഓഷ്യനിലൊക്കെ അഗ്നിപർവ്വതം പൊട്ടി അവിടെ കുറേ ആൾക്കാർ മരിച്ചു എന്നൊക്കെ. ഇതിനൊക്കെയുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ടെക്ടോണിക് പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റ് എങ്ങനെ ഈ അഗ്നിപർവ്വതങ്ങൾക്ക് കാരണമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ടെക്ടോണിക് പ്ലേറ്റ് വർഷങ്ങളെടുത്തിട്ട് ചെറിയ രീതിക്ക് മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്യുമ്പോഴാണ് എർത്ത് ക്യൂക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭൂകമ്പം അല്ലെങ്കിൽ സുനാമിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ ഭൂമികുലുക്കം ഉണ്ടായി കഴിയുമ്പോൾ ഈ പ്ലേറ്റ്സിനിടയിൽ കൂടെ ഭൂമിക്കുള്ളിലെ മാഗ്മ പുറത്തോട്ട് വരുന്നതാണ് നമ്മൾ ഈ വോൾക്കാനിക് ആയിട്ട് കാണുന്നത്. അപ്പം ഈ പ്ലേറ്റ്സ് കടന്നു പോകുന്ന എല്ലാ രാജ്യത്തും ഈ വോൾക്കാനിക് എന്ന് പറഞ്ഞ സാധനം സ്വാഭാവികമായിരിക്കും. ഐസ്ലാൻഡിലും ഇതുപോലെ 2 ടെക്ടോണിക് പ്ലേറ്റ് കടന്നു പോകുന്നുണ്ട്. അതിലൊന്നാണ് യൂറേഷ്യൻ പ്ലേറ്റും നോർത്ത് അമേരിക്കൻ പ്ലേറ്റും. അങ്ങനെ നമ്മൾ സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹോട്ട് ചോക്ലേറ്റ്സ് എല്ലാം നമ്മൾ അവിടെ നിന്ന് എടുത്തു. ജെറാഡ് ഓൾറെഡി നമ്മുടെ ഫോട്ടോസൊക്കെ മൂപ്പരുടെ ഗോപ്രോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഷെയർ ചെയ്യാമെന്നൊക്കെ കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ജെറാഡിൻ്റെ അടുത്ത് നമ്മളൊരു ബായൊക്കെ പറഞ്ഞ് മൂപ്പർക്ക് ഒരു ഷേക്ക് ഹാൻഡ്സ് എല്ലാം കൊടുത്തു. നമ്മളങ്ങനെ അവിടെ നിന്ന് വിട്ടു. നമ്മൾ ഇനി പോകുന്നത് ഒരു ഒബ്സർവേഷൻ ഡെസ്കിലോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ടെക്ടൈൽ പ്ലേറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് നമ്മളിനി നേക്കഡായിട്ട്, അതായത് റിയലായിട്ട് കാണാൻ പോവുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം, അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനും ഒരു കുന്ന് കയറാനും ഉണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മളീ നടന്നു കയറുന്നത് യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റിൻ്റെയും നോർത്ത് അമേരിക്കൻ ടെക്ടോണിക് പ്ലേറ്റിൻ്റെയും ഇടയിലോട്ടുള്ള ഒരു നടന്നു പോകാൻ പറ്റുന്ന ഒരു ഗ്യാപ്പിലോട്ടാണ്. ഈ വഴി നമ്മൾ നടന്നു കയറുന്നത് വലിയൊരു ഒബ്സർവേഷൻ ഡെസ്കിലോട്ടാണ്. അതായത് ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്ടോണിക് പ്ലേറ്റ് എത്രത്തോളം നീങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സ്നോർക്കൽ ചെയ്ത ഏരിയയും നമ്മൾ കാർ പാർക്ക് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയപ്പോൾ തന്നെ പല സൈഡിലായിട്ട് പല രീതിക്കുള്ള, നമുക്ക് വേണമെങ്കിൽ സുഭാഷ് ഗുഹ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന പല രീതിക്കുള്ള ഗുഹകൾ കാണാൻ പറ്റി. ഈ ടെക്ടോണിക് പ്ലേറ്റ് നീങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പല ഗർത്തങ്ങളാണ് ഇതെല്ലാം. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് അടുത്തിനുണ്ടായിരുന്നൊരു ഷോപ്പിലോട്ടായിരുന്നു. അവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുകയെന്ന് അറിയാൻ വേണ്ടി കയറിയതായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ പല സാധനങ്ങളും നമുക്കവിടെ കാണാൻ പറ്റി. ഐസ്ലാൻഡിലെ ഏറ്റവും ഫേമസ് ആണ് ഐസ്ലാൻഡിലെ ഊള് വെച്ചുണ്ടാക്കുന്ന പല പ്രൊഡക്ട്സും, അതായത് ജാക്കറ്റ്സും പിന്നെ തലയിലിടുന്ന തൊപ്പിയും പിന്നെ സ്കാർഫ്സും. ഇതെല്ലാം അവിടുത്തെ ഐക്കോണിക് പ്രൊഡക്ട്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായൊരു പേരും കൂടിയുണ്ട്, ഐസ് വെയർ എന്ന് പറയുന്നത്. ഈ ഐസ് വെയറിലെ എല്ലാ പ്രൊഡക്ട്സും ഐസ്ലാൻഡിലെ അവരുടെ ഓൺ വൂൾ പ്രൊഡക്ട്സ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ വൂൾ പ്രൊഡക്ട്സ് എല്ലാം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല വിലയും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കറങ്ങി നടന്നപ്പോഴാണ് നമ്മെക്കൊണ്ട് പറ്റാവുന്നതും അല്ലെങ്കിൽ നമുക്കൊരു സൊവിനിയർ പോലെ നമുക്ക് മേടിക്കാൻ പറ്റിയതായിട്ടുള്ള കുറച്ച് പോസ്റ്റ് കാർഡ് കണ്ടത്. അങ്ങനെ നമ്മളൊരു 3 പോസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിട്ട് അതിന് പറ്റിയ സ്റ്റാമ്പും മേടിച്ച് നമ്മുടെ നാട്ടിലത്തെ അഡ്രസ്സിൽ, അതായത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് ഒരു കുറിപ്പ് പോലെ ഞങ്ങളോട് എത്തി എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയൊരു പോസ്റ്റ് കാർഡിൽ ഞങ്ങൾ എഴുതി. എൻ്റെ പേരൻസിന് ഈ ലെറ്റർ കിട്ടുമ്പോൾ വളരെ സന്തോഷമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നോർത്തേൺ ലൈറ്റ്സ് ഉള്ളൊരു പോസ്റ്റ് കാർഡ് ഔട്ടോ എടുത്തത്. നോർത്തേൺ ലൈറ്റ്സ് കാണുന്ന വലിയ ആഗ്രഹത്തോടാണ് ഞാൻ ഐസ്ലാൻഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഒരു കാർഡ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചൂസ് ചെയ്തത്. നമ്മളിന്ന് നടന്നു കയറുന്നത് ഐസ്ലാൻഡിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ പാർലമെൻറ്റിലോട്ടാണ്. നമ്മൾ നേരത്തെ സ്നോർക്കൽ ചെയ്ത ഏരിയയും പിന്നെ ഒബ്സർവേഷൻ ഡെക്കും പിന്നെ ഈ പാർലമെൻ്റ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് തിങ്കുല്ലിർ എന്ന് പറഞ്ഞൊരു നാഷണൽ പാർക്കിലാണ്. ആൽത്തിങ് എന്ന് പറഞ്ഞാൽ ഈ ഐസ്ലാൻഡിക് ഭാഷയിൽ പാർലമെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ്. ഏകദേശം വർഷം 930 മുതൽ 1798 വരെ ഈ ഓപ്പൺ പാർലമെൻറ്റ് ഇവിടെ ആക്റ്റീവായിരുന്നു. ഈ പാർലമെൻറ്റ് ഐസ്ലാൻഡിലെ നേതാക്കളും ആദിവാസികളും വർഷത്തിലൊരിക്കൽ ഒത്തുകൂടുന്ന ഒരു ജനാധിപത്യ സഭയും കൂടിയായിരുന്നു. നിയമനിർമ്മാണം, തർക്കപരിഹാരം അങ്ങനെ ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു. അങ്ങനെ വർഷം 1798 ഈ പാർലമെൻറ്റ് ഇവരുടെ ക്യാപിറ്റൽ സിറ്റിയായ റെക്കവിലോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ ശൈലിയിലുള്ള നിയമസഭകളിലൊന്നാണ് ഈ പാർലമെൻറ്റ്. ഇത്രയ്ക്കധികം ചരിത്രപ്രധാനമുള്ള ഈ സ്ഥലം 2004 തിങ്കുലർ നാഷണൽ പാർക്ക് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പാർലമെൻറ്റിൽ എങ്ങനെയാണെന്ന് ആൾക്കാർ വന്നിട്ടുണ്ടാവുക,
അതിന് കുറച്ച് ഫോട്ടോസ് എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയത് ഞാനിവിടെ ആഡ് ചെയ്യാം. നമ്മളിനി നടന്നു കയറുന്നത് നേരത്തെ കണ്ട ആ പഴയ പാർലമെൻറ്റിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന തിങ്കുലിയർ ചർച്ചിലോട്ടാണ്. തിങ്കുലിയർ ചർച്ചിൻ്റെ ചരിത്രത്തിലോട്ടാണ്. നമ്മൾ ഇന്നീ കാണുന്ന പള്ളി വർഷം 1859 പണിതതാണ്. ഇതിനു മുന്നേ വർഷം 1017 ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഐസ്ലാൻഡ് ഔദ്യോഗികമായി ക്രിസ്തു മതത്തിലേക്ക് മാറിയത് വർഷം 1000-ലുമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നും കൂടിയാണ് ഈ ഒരു പള്ളി. വിവാഹങ്ങൾ, മാമോദിസ അതുപോലെയുള്ള പ്രത്യേക ചടങ്ങുകൾ ഇന്നും ഇവിടെ നടന്നു വരാറുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന പാസ്റ്ററുടെ താമസ സ്ഥലവും. അതിൽ ഐസ്ലാൻഡിലെ പ്രൈം മിനിസ്റ്ററുടെ സമ്മർ ഹൗസും ഉൾപ്പെടുന്നു. ഈ പള്ളിയോട് ചേർന്ന് തന്നെ ശവക്കല്ലറകളും സ്ഥിതി ചെയ്യുന്നു. നമ്മൾ ഇനി യാത്ര തിരിക്കുന്നതും ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. സമയം ഏകദേശം ഉച്ചയോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റോഡ് സൈഡിൽ കണ്ടൊരു പാർക്കിങ്ങിൽ കയറ്റിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെയും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. പോകുന്ന വഴിക്ക് തന്നെ ഐസ്ലാൻഡിൽ അവർ പാരമ്പര്യമായിട്ട് കണക്കാക്കുന്ന കുതിരകളെയും കാണാനായിട്ട് ഭാഗ്യം ലഭിച്ചു. ഐസ്ലാൻഡിലെ കുതിരകൾ അവരുടെ ജനറ്റിക് പ്യൂരിറ്റിയും കഴിഞ്ഞ 1000 വർഷത്തോളമായി കാത്തു സൂക്ഷിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ കുതിരകളെ സംരക്ഷിക്കാൻ കർശന നിയമങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പുറം രാജ്യത്ത് നിന്ന് ഐസ്ലാൻഡിലേക്ക് കുതിരകളെ കൊണ്ടുവരുന്നതിനും ഐസ്ലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോയ കുതിരകൾക്ക് തിരിച്ചു വരുന്നതിനും വിലക്ക് നിലവിലുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത അട്രാക്ഷനായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇന്നും നല്ല കാറ്റ് പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു അതിജീവനത്തിൻ്റെ കഥയും കൂടി പറയാനുണ്ട്. നമ്മളീ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ഗുൾഫോസ് വാട്ടർഫോൾ. ഗുൾഫോസ് വാട്ടർഫോൾ ഹിറ്റ എന്ന് പറഞ്ഞൊരു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ സർക്കിളിൽ ഒരു പ്രധാന അട്രാക്ഷൻ കൂടിയാണ് ഈ ഗുൾഫോസ് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം. ഗുൾഫോസ് എന്നത് ഐസ്ലാൻഡിക് ഭാഷയിലെ ഗോൾഡൻ ഫോൾസ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ വെള്ളച്ചാട്ടം 2 നിലകളിലായിട്ടാണ് വീഴുന്നത്. ആദ്യത്തേത് 11 മീറ്റർ ഉയരത്തിൽ നിന്നും രണ്ടാമത്തേത് 21 മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് താഴേക്ക് പതിക്കുന്നത്. ഇനി നമുക്ക് ഗുൾഫോസിൻ്റെ അതിജീവനത്തിൻ്റെ കഥയിലേക്ക് കടക്കാം. 1907 ഇംഗ്ലീഷുകാരനായ ഹോവൽ എന്ന ബിസിനസ്സുകാരൻ ഗുൾഫോസിൻ്റെ ജലശക്തി ഉപയോഗിച്ച് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഗുൾഫോസ് തോമസ് തോംസൺ എന്ന കർഷകൻ്റെ ഉടമസ്ഥയിലായിരുന്നു. ഹോവൽ അത് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ തോമസ് പറഞ്ഞത് അത് ഞാൻ ഒരിക്കലും വിൽക്കത്തില്ല എന്നായിരുന്നു. പക്ഷേ ഹോവൽസ് തൻ്റെ പരിശ്രമം ഉപേക്ഷിച്ചില്ല. ഗുൾഫോസ് ഇരിക്കുന്ന ഈ ഭൂമി മുഴുവൻ, അതായത് ആ വെള്ളച്ചാട്ടി ഇരിക്കുന്ന ആ ഭൂമി മുഴുവൻ ഇതിൻ്റെ ഉടമയായ തോമസിൻ്റെ കയ്യിൽ നിന്നും പാട്ടക്കരാറിനെ ഏറ്റെടുത്തു. പാട്ടക്കരാറിലെ ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ഹോവൽസ് തൻ്റെ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള പണികൾ ആരംഭിച്ചു. ഇവിടെ വെച്ചാണ് ഐസ്ലാൻഡിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയായ സിഗ്രിഡ്രൂർ തോമസ് ദോത്തറിൻ്റെ കടന്നുവരവ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉടമയായ തോമസിൻ്റെ മകളായ സിഗ്രിഡ്രൂർ ഈ പദ്ധതിയെ ശക്തമായി എതിർത്തു. അവൾ അവളുടെ സ്വന്തം പണം ഉപയോഗിച്ച് 100 കിലോമീറ്ററോളം കാൽനടയായി ഇന്നത്തെ ഐസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ റെക്കവിലേക്ക് പല തവണ നടന്ന് യാത്ര ചെയ്ത് കോടതിയിൽ കേസ് നടത്തി. നിർമ്മാണം തുടങ്ങിയാൽ ഞാൻ വെള്ളച്ചാട്ടത്തിൽ ചാടും എന്ന ഭീഷണിയും അവൾ ഉയർത്തി. ഈ നിയമ പോരാട്ടം വർഷങ്ങളോളം നീണ്ടുനിന്നു. അങ്ങനെ 1907 തുടങ്ങി വെച്ച ഈ പട്ടക്കരാറ് 1929 വലിയ ചിലവുകളും ബുദ്ധിമുട്ടുകളും കാരണം ഹോവൽ തൻ്റെ പദ്ധതിയിൽ നിന്നും പിന്മാറി. അങ്ങനെ ഗുൾഫോസ് വീണ്ടും ഐസ്ലാൻഡുകാർക്കായി സംരക്ഷിക്കപ്പെട്ടു. തൻ്റെ കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സിഗ്രിഡൂറിനെ സഹായിച്ച വക്കീൽ സ്വെയിൻ ബോൺസാൺ പിന്നീട് 1944 ഐസ്ലാൻഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നത് ചരിത്രത്തിലെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇന്ന് ഗുൾഫോസ് സംരക്ഷിത പ്രദേശമായി കണക്കാക്കുന്നു. സിഗ്രിഡൂറിൻ്റെ സ്മരണഫലകം ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. അവളെ ഐസ്ലാൻഡിൻ്റെ ആദ്യത്തെ പരിസ്ഥിതി സേനായിയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഗുൾഫോസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നതും ഗുൾഫോസിൻ്റെ താഴെ നിന്നുള്ള ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു റെയിൻബോ കണ്ടു കാണിയിരിക്കും. പകൽ നേരത്ത് സൂര്യപ്രകാശം വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ റെയിൻബോ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഗോൾഡൻ ഫോൾസ് എന്ന പേരും കൂടി വന്നിരിക്കുന്നത്. നമ്മൾ വന്ന ഈ വഴിയെല്ലാം തിരിച്ചു കയറി പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷോപ്പിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം 10 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു അത്ഭുതം കാണാനാണ്. വാൻ പാർക്ക് ചെയ്തതിനു ശേഷം നേരെ പോയത് അടുത്ത് തന്നെയുള്ള ഐസ്ലാൻഡിൽ ലോക്കലായി നിർമ്മിക്കുന്നതും വിൽക്കുന്നതുമായ ഡ്രസ്സിൻ്റെയും ഹാൻഡ് ക്രാഫ്റ്റിൻ്റെയും ഷോപ്പിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് വിശ്രമിച്ച ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അത്ഭുതം കാണാനായി യാത്ര തുടർന്നു. ഗെയ്സിർ, അതെ, ഇനി കാണാൻ പോകുന്നത് ഐസ്ലാൻഡിലെ ചൂടുള്ളൊരു അത്ഭുത പ്രതിഭാസമാണ്. നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള സിങ്ക് ഹോൾസ് കാണാവുന്നതാണ്. സിങ്ക് ഹോൾസ് ഉണ്ടാവാൻ നിരവധി കാരണങ്ങളുണ്ട്. എന്നാൽ ഐസ്ലാൻഡിൽ സിങ്ക് ഹോൾസ് ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭൂമിക്കുള്ളിലെ ചൂടുവെള്ളവും വാതകങ്ങളും. ഇവ തുടർച്ചയായി ഒരേ സമയത്ത് പുറത്തേക്ക് തള്ളുമ്പോൾ മണ്ണ് പതിയെ ബലക്ഷയം സംഭവിച്ച് തകർന്നു വീഴുന്നു. ഇതാണ് ചെറിയ കുഴികളുടെ രൂപത്തിൽ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐസ്ലാൻഡിലെ നിലവിൽ സജീവമായ സ്ട്രോക്കൂർ എന്ന് വിളിക്കുന്ന ഗെയ്സിറിൻ്റെ മുന്നിലാണ്. നമ്മളിപ്പോൾ കണ്ട ഗെയ്സിയറിൻ്റെ അടുത്തായിട്ട് തന്നെ കറൻ്റ്ലി ആക്റ്റീവ് അല്ലാത്ത വേറെ പല ഗെയ്സിയറുകളും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പ്രതിഭാസം കാണുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒപ്പം പുറത്തു വരുന്ന വാതകത്തിന് നല്ല സൾഫറിൻ്റെ മണമാണ്, അതായത് നല്ല ചീഞ്ഞ മുട്ടയുടെ മണം. ഈ ഒരു ബോർഡ് കണ്ടപ്പോഴും ഇത് ഇന്ത്യക്കാർ ഉദ്ദേശിച്ചാണോ എന്ന് വരെ ചിന്തിച്ചു പോയി. അങ്ങനെ ആവാതിരിക്കട്ടെ. ഇവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മളിനി പോകുന്നത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലോട്ടാണ്. കെയറിത് ക്രേറ്റർ, അതെ, ഐസ്ലാൻഡിലെ പ്രകൃതിദത്ത അത്ഭുതങ്ങളിലെ മറ്റൊന്ന്. ഏകദേശം 6500 വർഷം പഴക്കമുള്ള ഈ അഗ്നിപർവ്വതം ഗോൾഡൻ സർക്യൂട്ടിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഏകദേശം 600 ഐസ്ലാൻഡിക് ക്രോണയാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഒരു അഗ്നിപർവ്വതത്തിന് ഇത്തരത്തിലൊരു കുഴി ഉണ്ടാകുന്നതെന്ന്. അഗ്നിപർവ്വത സ്ഫോടനം നടന്നതിന് ശേഷം ഭൂമിക്കുള്ളിലെ മാഗ്മ പുറത്തേക്ക് ഒഴുകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒഴുകിയ ശേഷം മുകളിലുള്ള ഭാഗം ഉള്ളിലോട്ട് ഇടിഞ്ഞു വീണതുകൊണ്ടാണ് ഈ കുഴി രൂപം കൊണ്ടത്. ഈ കുഴിയിൽ നീല പച്ച കളറിൽ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നു. ഈ കുഴിയുടെ ചുറ്റും ചുവപ്പ് നിറമുള്ള ലാവാ കല്ലുകൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് കുഴിയുടെ താഴെ തട്ടിലേക്കാണ്, അതായത് മുകളിൽ നിന്നും നമ്മൾ കണ്ട തടാകത്തിൻ്റെ അടുത്തേക്ക്. വിൻ്റർ ടൈമിൽ ഫ്രീസ് ആവുന്ന ഈ തടാകത്തിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വിലക്കുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലോട്ടാണ്. അടുത്ത ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനും പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കുന്നതിനും വേണ്ടി പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ നിന്നിറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് വാനിനെ ഡീസൽ അടിക്കാനായിരുന്നു. ക്യാമ്പിംഗ് സൈറ്റ് എത്തിയപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി അടുത്ത ദിവസത്തെ പ്ലാനുകളെക്കുറിച്ച് സംസാരിച്ച ശേഷം കിടന്നുറങ്ങി. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.